ദൈവനാമത്തിന് മഹത്വം. പ്രാർത്ഥനാ സമയമായ 9-ാം മണിനേരം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 40-41 വചനങ്ങൾ. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷകളെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. ഗത്സമനെ തോട്ടത്തിൽ പത്രോസിനും യാക്കോബിനും യോഹന്നാനും 1 മണിക്കൂർ പോലും പ്രാർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ പരീക്ഷയിൽ വീണുപോയത്. 24 മണിക്കൂറിൽ 1 മണിക്കൂർ എന്നത് വളരെ കുറഞ്ഞ സമയമാണ്. കുറഞ്ഞത് 1 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് 1 hour എന്നത് ഏറ്റവും കുറഞ്ഞ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം പല മണിക്കൂറുകൾ പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3:1 പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെന്നു എന്നെഴുതിയിട്ടുണ്ട്. യേശു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണിനേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു തന്റെ പ്രാണനെ വിട്ടു എന്ന് മത്തായി 27-ാം അധ്യായം അതിന്റെ 45 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം. 9-ാം മണിനേരം എന്നത് യേശു ജീവൻ വെടിഞ്ഞ സമയമാണ്. അത് നമുക്ക് ഉച്ച കഴിഞ്ഞ് 3 മണിയാണ്. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1 എഴുതപ്പെട്ടിട്ടുണ്ട്. അധിക ഇരുട്ട് എന്നത് അതിരാവിലെ 9-ാം മണിനേരം. അത് നമുക്ക് അതിരാവിലെ 3 മണി. അത് യേശു ഉയർത്തെഴുന്നേറ്റ സമയമാണ്. എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയില്ല എന്ന് യേശു മറിയയോട് പറയുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ ഉടനെ മഗ്ദലക്കാരത്തി മറിയ അതിരാവിലെ 9-ാം മണിനേരത്തിൽ യേശുവിനെ കണ്ടു. യേശു പിതാവിന്റെ അടുക്കൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ശിഷ്യന്മാരോട് എന്നെ തൊട്ടു നോക്കുവിൻ എന്ന് പറയുന്നുണ്ട്. യേശു ജീവൻ വെടിഞ്ഞതും 9-ാം മണിനേരത്താണ്. യേശു ഉയർത്തെഴുന്നേറ്റതും 9-ാം മണിനേരത്താണ്. പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോയതും 9-ാം മണിനേരത്താണ്. ഇത് പ്രാർത്ഥനാ സമയമെന്ന് പ്രത്യേകം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പത്രോസും യോഹന്നാനും ചേർന്ന് ജന്മനാ മുടന്തനായ ഒരാളെ കുതിച്ചു ചാടി എഴുന്നേറ്റ് നടക്കുമാറാക്കി. ഇത് യഹൂദന്മാരെ ഞെട്ടിച്ചു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഹന്നാവ്, കയഫാവ് എന്നീ മഹാപുരോഹിതന്മാരെ ഇത് അത്ഭുതപ്പെടുത്തി. അവർക്ക് ഈ സത്യത്തെ നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോസ്തല പ്രവൃത്തി 4:14 സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു എന്നെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം എന്നത് നാം പരീക്ഷയിൽ വീണു പോകാതെ നിലനിൽക്കേണ്ടതിനെ കാണിക്കും. 9-ാം മണിനേരത്തെ പ്രാർത്ഥന എന്നത് ക്രിസ്തു മതത്തെ എതിർക്കാൻ കഴിയാത്ത യഹൂദ മതത്തെ പോലെ നമ്മൾ ക്രിയകൾ ചെയ്യുന്നതിനെ കാണിക്കുന്നു. ഈ പ്രാർത്ഥന എന്നത് അപേക്ഷകളോടും യാചനകളോടും സ്തോത്രങ്ങളോടും ചേർന്നിരിക്കുന്നു. 1 തിമോത്തി 2:1-2 വചനങ്ങളിൽ, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടി സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ 4 കാരണത്തിനായാണ് ചെയ്യുന്നത്. 1. നാം സമാധാനവും ശാന്തതയുമുള്ള ജീവിതം നയിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും കഴിക്കണമെന്ന് 1 തിമോത്തിയോസ് 2:1-2 വചനങ്ങളിൽ പൗലോസ് പറയുന്നു. 2. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ 1 നാഴികയെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 26:41 കർത്താവ് അരുളി ചെയ്യുന്നു. 3. സകല വിശുദ്ധന്മാരും ശക്തിയോടെ നടക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കണമെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6:18 പൗലോസ് പറയുന്നു. 4. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്ന് കർത്താവ് പറയുന്നു. ആയതിനാൽ നാം ഈ 9-ാം മണിനേര പ്രാർത്ഥനാ ശുശ്രൂഷ എന്ന സത്യത്തിന് നമ്മളെ സമർപ്പിക്കാം. 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന സത്യത്തിനും നമ്മളെ സമർപ്പിക്കാം. അപേക്ഷ, പ്രാർത്ഥന, യാചന, സ്തോത്രം എന്ന സത്യത്തിന് നമ്മളെ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.